Dear students, today we are going to discuss some new concepts relating to matrices. They are idempotent matrix, trace, transpose, symmetric matrix, skew symmetric matrix and orthogonal matrix. Let us see these various concepts one by one. First of all, idempotent matrix. എന്താണ് idempotent matrix എന്ന് പറയുന്നത്? A square matrix A is said to be idempotent if A equal to A square. ഒരു സ്ക്വയർ മെട്രിക്സും ആ സ്ക്വയർ മെട്രിക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ പുതിയ മെട്രിക്സും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെ ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഇൻറ്റു ആ മെട്രിക്സ് തന്നെ, അപ്പോൾ എ സ്ക്വയർ ആയി. അപ്പോൾ രണ്ട് മെട്രിക്സസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നതും എ എന്ന് പറയുന്ന ആദ്യത്തെ മെട്രിക്സും സെയിം ആണെങ്കിൽ ആ മെട്രിക്സിനെ ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയും. നമുക്കത് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഷോ ദാറ്റ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 0 0 1 0 0 0 1 ഈസ് ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ഇപ്പോൾ തന്നിട്ടുള്ള എ എന്ന മെട്രിക്സ് ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വെരിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നു ഐഡംപൊട്ടന്റ് മെട്രിക്സ്? തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എ സ്ക്വയർ എ ആണ് തന്നെങ്കിൽ എ സ്ക്വയർ കാണുക. എയും എ സ്ക്വയറും സെയിം ആണെങ്കിൽ ആ എ എന്ന മെട്രിക്സ് ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണ്. ഇവിടെ എ സ്ക്വയർ കണ്ടുപിടിച്ചോളൂ. എ ഇൻറ്റു എ നമ്മൾ പഠിച്ചതാണ്. രണ്ട് മെട്രിക്സസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നോക്കൂ, ഇവിടെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും എടുക്കുക. 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0, അതാണ് ഈ എലിമെൻ്റ് വരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും 1 ഇൻറ്റു 0 0 ഇൻറ്റു 1 0 ഇൻറ്റു 0, അതാണ് ഈ എലിമെൻ്റ് വരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് റോ എടുക്കുക, തേർഡ് കോളും 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1, അതാണ് ഈ എലിമെൻ്റ് വരുന്നത്. അതുപോലെ പിന്നീട് സെക്കൻഡ് റോ എടുക്കുക, ഫസ്റ്റ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് കോളം സെക്കൻഡ് റോ തേർഡ് കോളം. ഓക്കെ, പിന്നെ തേർഡ് റോ ഫസ്റ്റ് കോളം തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം തേർഡ് റോ ആൻഡ് തേർഡ് കോളം. അങ്ങനെ രണ്ട് മെട്രിക്സ് തമ്മിൽ ഇവിടെ തന്നിട്ടുള്ള രണ്ട് ആ മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എ സ്ക്വയർ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ഇവിടെ എ സ്ക്വയർ കണ്ടുപിടിച്ച 1 0 0 0 1 0 0 0 1 കിട്ടി, അത് എ തന്നെയാണെന്ന് പറഞ്ഞാൽ എ ആൻഡ് എ സ്ക്വയർ ആർ ഈക്വൽ. ദെർഫോർ എ ഈസ് ആൻ ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് എന്താണ് ട്രേസ് എന്ന്. ട്രേസ് ഓഫ് എ മെട്രിക്സ്. ട്രേസ് ഓഫ് എ മെട്രിക്സ് ഈസ് സം ഓഫ് ദി എലിമെന്റ്സ് ഓഫ് ദി ലീഡിംഗ് ഡയഗണൽ. ഒരു മെട്രിക്സിൻ്റെ ലീഡിംഗ് ഡയഗണൽ എലിമെന്റ്സിൻ്റെ ടോട്ടലിനെയാണ് ആ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സ് എ 1 3 2 4 8 1 3 7 4. ഓക്കെ, ഇതിൻ്റെ ലീഡിംഗ് ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ് ലീഡിംഗ് ഡയഗണൽ. അപ്പോൾ ഈ ലീഡിംഗ് ഡയഗണലിനകത്തുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 8 4 ആണ്. അപ്പോൾ ആ ലീഡിംഗ് ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1 + 8 + 4 ഈസ് ഈക്വൽ ടു 13. അപ്പോൾ ഈ 13 എന്ന് പറഞ്ഞാൽ എന്താ? ട്രേസ് ഓഫ് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 13. ഓക്കെ, സിമിലർലി ഇവിടെ ബി എന്ന മെട്രിക്സ് ട്രേസ് ഓഫ് മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു -4 + 8 + 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ട്രേസ് ഓഫ് മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ എന്താണ് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് ആ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ട്രാൻസ്പോസ്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ദി മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഫ്രം എനി ഗിവൺ മെട്രിക്സ് ബൈ ഇന്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ഈസ് കോൾഡ് ഇറ്റ്സ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ കോളോയും റോയും ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുതിയ മെട്രിക്സിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എ എന്ന മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് 2 4 1 6 4 3 8 1 7 9 5 3. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമാക്കി മാറ്റുക. 2 4 1 6 നോക്കൂ, 2 4 1 6 ഫസ്റ്റ് കോളം. 4 3 8 1 സെക്കൻഡ് റോ ആണ്, അത് 4 3 8 1 സെക്കൻഡ് കോളം ആക്കി മാറ്റി.
4381 എന്ന സെക്കൻഡ് റോയെ 4381 എന്ന സെക്കൻഡ് കോളം ആക്കി മാറ്റി. 7953 എന്ന ഈ തേർഡ് റോയെ 7953 എന്ന തേർഡ് കോളമാക്കി മാറ്റി. ഓക്കെ, അപ്പൊ എല്ലാ റോയെയും ഇവിടെ കോളമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു മീനിങ് ഇത് നോക്കൂ, ഇതിലുള്ള ഫസ്റ്റ് കോളം 247 എന്നാണ്. ഇവിടെ എന്തായി മാറി? ഫസ്റ്റ് റോ ആയി മാറി. ഇവിടെയുള്ള സെക്കൻഡ് കോളം 439 എന്നുള്ളത് 439 സെക്കൻഡ് റോ ആയി മാറി. ഇവിടുത്തെ തേർഡ് കോളം 185 എന്ന തേർഡ് കോളം 185 എന്ന തേർഡ് റോ ആയി മാറി. ആൻഡ് 613 എന്ന ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കോളം 613 എന്ന ലാസ്റ്റ് റോ ആയി മാറി. ഇങ്ങനെ ഒരു മെട്രിക്സിന്റെ റോയും കോളവും പരസ്പരം ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഉണ്ടാക്കുന്ന മെട്രിക്സിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോസിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിളാണ്, എ ടി എന്നാണ്. എ ട്രാൻസ്പോസ് എന്നാണ് ഇത് വായിക്കേണ്ടത്, അല്ലെങ്കിൽ എ ഡാഷ്, ഇങ്ങനെയും എ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ക്ലിയർ ആയല്ലോ. എങ്കിൽ നമുക്ക് ട്രാൻസ്പോസിന്റെ ചില പ്രോപ്പർട്ടീസ് പഠിക്കാം. പ്രധാനമായി 4 പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, എ മെട്രിക്സ് ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് ഇറ്റ്സ് ട്രാൻസ്പോസ് എന്നാണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ എന്നാണ്. ഓക്കെ, അതായത് എ എന്ന മെട്രിക്സിന്റെ കോളവും റോയും ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടും. ആ കിട്ടിയ എ ട്രാൻസ്പോസിനെ വീണ്ടും കോളവും റോയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. Second property, transpose of multiplication of a matrix by a scalar is equal to the multiplication of the transpose of that matrix by that scalar. അതായത് ഒരു മെട്രിക്സിനെ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എന്തിന് തുല്യമായിരിക്കും? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച ശേഷം അതിനെ അതേ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് തുല്യമായിരിക്കും. നോക്കൂ, കെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതെന്താ അർത്ഥം? എ എന്ന മെട്രിക്സിലെ ഓരോ എലിമെന്റ്സിനെയും കെ എന്ന കോൺസ്റ്റന്റ് കൊണ്ട് സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അതാണ് കെ എ ട്രാൻസ്പോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിനു തുല്യമായിരിക്കും? എ എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച ശേഷം അതിനെ കെ എന്ന സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും സെയിം ആയിരിക്കും. തേർഡ് പ്രോപ്പർട്ടി എന്താ? ദി ട്രാൻസ്പോസ് ഓഫ് സം ഓഫ് ടു മെട്രീസസ് ഈസ് ദി സം ഓഫ് ദെയർ ട്രാൻസ്പോസ്. എന്താ? രണ്ട് മെട്രീസസ് എയും ബിയും, എയുടെയും ബിയുടെയും സമ്മ് കണ്ടുപിടിക്കുക. രണ്ട് മെട്രീസസിന്റെ അഡീഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ് മെട്രിക്സ് ഓപ്പറേഷനിൽ. എ പ്ലസ് ബി കണ്ടുപിടിക്കുക, അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അപ്പൊ എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്തിനു തുല്യമാണ്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിന് തുല്യമായിരിക്കും. ഓക്കെ, അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നാലാമത്തെയും അവസാനത്തെയും പ്രോപ്പർട്ടി എന്താണ്? ദി ട്രാൻസ്പോസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ടു മെട്രീസസ് ഈസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ ട്രാൻസ്പോസ് ഇൻ റിവേഴ്സ് ഓർഡർ എന്നാണ്. അതായത് എ ബി എന്നീ രണ്ട് മെട്രീസസ്, അതിൽ എ ഇൻറ്റു ബി നമ്മൾ കണ്ടുപിടിച്ചു. എ ഇൻറ്റു ബി കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, അതാണ് എ ബി ട്രാൻസ്പോസ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എന്തിനു തുല്യമായിരിക്കും എന്ന് പറയുന്നത്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന് തുല്യമായിരിക്കും. അതായത് എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, അതായത് റിവേഴ്സ് ഓർഡർ. ഇവിടെ എ ബി ആണ് എങ്കിൽ ഇവിടെ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന് തുല്യമായിരിക്കും. ഓർക്കുക, മെട്രിക്സിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറയുന്നതും സെയിം അല്ല. എ ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറയുന്ന ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന് തുല്യമായിരിക്കും എന്ന് പറയുന്നത്. ഈ നാല് പ്രോപ്പർട്ടി നമുക്ക് ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി ഓരോ പ്രോപ്പർട്ടിയും ആയി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ട്രാൻസ്പോസ് ഓഫ് എ ഈക്വൽ ടു മെട്രിക്സ് 8, 25, 14, 3, 23, 12, 7 and 34. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആവുന്നു, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആവുന്നു, തേർഡ് റോ തേർഡ് കോളം ആവുന്നു, ഫോർത്ത് റോ ഫോർത്ത് കോളമായി മാറുന്നു. ഇതാണ് എ ട്രാൻസ്പോസ്. ഓക്കെ, എ ടി അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയാം.
Okay, A transpose is equal to 8, 14, 23, 7, 25, 3, 12, 34. Okay, ഇനി നമുക്ക് അടുത്ത ഒരു നേരത്തെ പഠിച്ച ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാണ് ഇവിടെ. If A equal to matrix 3, 5, 2, 4, 2, 0, verify that A transpose is equal to A. Aയുടെ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് A തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാം. A ഇത് അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ A ട്രാൻസ്പോസ് ഇങ്ങനെ വരും. A ട്രാൻസ്പോസ് കിട്ടിയതിൽ നിന്ന് ആ A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. അത് ഏത് തന്നെയാണ് വരുന്നത്? A തന്നെയാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ് ഓഫ് A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A എന്നാണ്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി. ഇനി നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യാണ് ഇവിടെ. ഇഫ് A ഈക്വൽ ടു മെട്രിക്സ് 3, 5, 8, 2, 7, 1 and B equal to matrix 6, 9, 11, 1, 0, 8, verify that A plus B transpose is equal to A transpose plus B transpose. Okay, അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. അത് വെരിഫൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. A plus B transpose is equal to A transpose plus B transpose എന്നാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം A plus B കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണണം. അതാണ് ഒരു ഭാഗം. ഓക്കെ, A plus B കണ്ടുപിടിച്ചു, ഇതാണ് A plus Bയുടെ ട്രാൻസ്പോസ്, ഇതാണ്. അതവിടെ വെക്കട്ടെ. ഇനി നമുക്ക് A ട്രാൻസ്പോസും B ട്രാൻസ്പോസും ആഡ് ചെയ്യണം. A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ഇതാണ് A ട്രാൻസ്പോസ്, B ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആണ് ഇത്. ഓക്കെ, A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് കിട്ടി. നേരത്തെ A പ്ലസ് B ട്രാൻസ്പോസ് ഇവിടെയും കിട്ടി. ഇത് രണ്ടും സെയിം അല്ലേ? നോക്കൂ, രണ്ടും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ A പ്ലസ് B ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആണ്. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് A ഈക്വൽ ടു മെട്രിക്സ് 2, 1, 8, 5, 3, 9, വെരിഫൈ ദാറ്റ് 3A transpose is equal to 3 into A transpose. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഒരു പ്രോപ്പർട്ടി തന്നെ. എന്താണ് ഇവിടെ നമ്മൾ ആദ്യം 3A transpose is equal to 3 into A transpose. നമുക്ക് ആദ്യം 3A എന്ന് കണ്ടുപിടിക്കാം. 3 എന്ന സ്കേലാർ കോൺസ്റ്റന്റ് കൊണ്ട് A മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. ഓരോ എലിമെന്റിനെയും ആ 3 എന്ന കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് 3A ആണ്. 3Aയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. 3A ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ഓക്കെ, അത് എന്തിന് തുല്യമാണെന്ന് പറയാം? 3 into A ട്രാൻസ്പോസിന് തുല്യമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ഇതാണ് A ട്രാൻസ്പോസ്. 3 into A ട്രാൻസ്പോസ്, 3 into A ട്രാൻസ്പോസ്. ഇതും സെയിം അല്ലേ? നോക്കൂ, അപ്പോൾ 3A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 3 into A ട്രാൻസ്പോസിന് തുല്യമാണ്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. യെസ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ ചെയ്യുന്നത്. ഇഫ് A ഈക്വൽ ടു മെട്രിക്സ് 8, 3, 6, 9 ആൻഡ് B ഈക്വൽ ടു മെട്രിക്സ് 7, 11, 8, 2, വെരിഫൈ AB ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. അതായത് റിവേഴ്സ് ഓർഡറിൽ ആ ട്രാൻസ്പോസുകൾ തമ്മിൽ റിവേഴ്സ് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, A ഇൻറ്റു B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസിന് തുല്യമായിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? AB കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണും. A ഇൻറ്റു B, രണ്ട് മെട്രിസസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ A ഇൻറ്റു B ഇതാ കിട്ടുക. അപ്പോൾ AB ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതവിടെ കിട്ടി. ഇത് എന്തിനു തുല്യമാണെന്ന്? B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. B ട്രാൻസ്പോസ് ഇതാ A ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞില്ല. ഈ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് AB ട്രാൻസ്പോസും തുല്യമാണല്ലോ. നോക്കും, ഇതും തുല്യമാണ്. അപ്പോൾ AB ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസിന് തുല്യമാണ്. അതാണ് അവസാനത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. സിമെട്രിക് മെട്രിക്സ്. എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സും അതിൻ്റെ ഒരു സ്ക്വയർ മെട്രിക്സും ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും കണ്ടുപിടിച്ചപ്പോൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, നമുക്കതൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം എങ്ങനെയാണെന്ന്. ഷോ ദാറ്റ് മെട്രിക്സ് 2, -1, 3, -1, 2, 1, 3, 1, 4 ഈസ് സിമെട്രിക്.
ഈ മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുക, വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും സെയിം ആണെങ്കിൽ ആ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സ് ഇതാണ്. അത് നമ്മൾ എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കോളവും റോ ഇന്റർചേഞ്ച് ചെയ്തോളൂ. ഫസ്റ്റ് റോ 2 - 1 3 ആണ്, അത് ഫസ്റ്റ് കോളം ആക്കി. 2 - 1 3. സെക്കൻഡ് റോ എന്താണ്? -1 2 1 ആണ്. ഇവിടെ -1 2 1, അത് സെക്കൻഡ് കോളം ആക്കി. തേർഡ് റോ എന്താണ്? 3 1 4 ആണ്, അത് 3 1 4 തേർഡ് കോളം ആക്കി. ഇനി തേർഡ് കോളം ആക്കി കിട്ടിയ എ ട്രാൻസ്പോസും എയും ഒന്ന് നോക്കൂ. സെയിം അല്ലേ എ ട്രാൻസ്പോസും എയും? അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, പുതിയൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സും ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസും സെയിം ആണെങ്കിൽ നമ്മൾ സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു മെട്രിക്സും അതിന്റെ നെഗറ്റീവ് ട്രാൻസ്പോസും സെയിം ആണെങ്കിൽ ആ മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. എന്താ നെഗറ്റീവ് ട്രാൻസ്പോസ്? ഒരു മെട്രിക്സും അതിന്റെ നെഗറ്റീവ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈനൊക്കെ ഇന്റർചേഞ്ച് മാറ്റുക. പ്ലസ് എന്നുള്ളത് മൈനസും മൈനസ് എന്നുള്ളത് പ്ലസും ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിനെയാണ് നെഗറ്റീവ് മെട്രിക്സ് എന്ന് പറയുക. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് ട്രാൻസ്പോസ് ആയി. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സും അതിന്റെ നെഗറ്റീവ് ട്രാൻസ്പോസും സെയിം ആണെങ്കിൽ അതിനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് നോക്കാം. A equal to matrix 0 3 5 -3 0 -2 -5 2 0 show that A is skew symmetric. ഓക്കെ, അപ്പൊ എ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോൺസെപ്റ്റ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സും അതിന്റെ നെഗറ്റീവ് ട്രാൻസ്പോസും സെയിം ആയിരിക്കണം. അപ്പോൾ തന്നിട്ടുള്ള മെട്രിക്സിന്റെ നെഗറ്റീവ് കാണാം. ഇത് എ ആണ്, അപ്പൊ -a എന്ന് കണ്ടുപിടിക്കും. -a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള ഓരോ എലിമെന്റിന്റെയും സൈൻ അങ്ങ് ചേഞ്ച് ചെയ്യുക. 0 0 തന്നെ, അത് പോസിറ്റീവോ നെഗറ്റീവോ അല്ല, അതുകൊണ്ട് 0 തന്നെ. 3 -3 5 -5 ആയി, -3 3 ആയി, 0 0 തന്നെ, -2 2 ആയിരുന്നു, -5 5 ആകുന്നു, 2 -2 ആകുന്നു, 0 0 തന്നെ. ഇതിപ്പോ -a ആയി, നെഗറ്റീവ് എ ആയി. നെഗറ്റീവ് എയുടെ ട്രാൻസ്പോസ് കാണുക. ഫസ്റ്റ് റോ 0 -3 -5 എന്നത് 0 -3 -5. സെക്കൻഡ് റോ 0 3 2 0 3 2 കോളമായി മാറി. 5 -2 0 എന്ന തേർഡ് റോ 5 -2 0 എന്ന തേർഡ് കോളമായി മാറി. ഓക്കെ, ഇങ്ങനെ നെഗറ്റീവ് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ അത് എക്ക് തുല്യമാണല്ലോ. നോക്കി, അപ്പോൾ ഒരു മെട്രിക്സും അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസും സെയിം ആകുന്നുവെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഒരു മെട്രിക്സും അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസും സെയിം ആകുമ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ക്ലിയർ? യെസ്. ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ഓർത്തോഗണൽ മെട്രിക്സ്. എന്താ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഇഫ് ദി പ്രോഡക്റ്റ് ഓഫ് എ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോഴാണ് അതിനെ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു മെട്രിക്സും ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് യൂണിറ്റ് മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെ ഓർത്തോഗണൽ A ഇൻറ്റു എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ്. ഓക്കെ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമുക്ക് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്നതും എന്തിനു തുല്യമാണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അങ്ങനെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് എങ്കിൽ, ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും. ഈ ഐ എന്ന് പറയുന്ന ഈ സിമ്പൽ ഐഡന്റിറ്റി മെട്രിക്സിൻ്റെതാണ്. ഈ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് എങ്കിൽ എ എന്ന മെട്രിക്സിനെ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇവിടെ നോക്കൂ, എ ഈക്വൽ ടു മെട്രിക്സ് 0 1 1 0. ഓക്കെ, ഇനി എ ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഫസ്റ്റ് റോ 0 1 ആണല്ലോ, അതാ ഫസ്റ്റ് കോളമായി 0 1.
സെക്കൻഡ് റോ 1 0 ആണല്ലോ, അത് 1 0 ഇത് ഇങ്ങനെ സെക്കൻഡ് കോളമായി. ഇനി എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിക്കുക. എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കിട്ടുന്നത് മെട്രിക്സ് 1 0 0 1 ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നു. എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ആ സെയിം ആകുന്നത് ഒരു യൂണിറ്റ് മെട്രിക്സ് ആയിരിക്കുകയും ചെയ്യും. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൻ പൊട്ടന്റ് അല്ല, ഐഡന്റിറ്റി മെട്രിക്സ്. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സ്ക്വയർ മെട്രിക്സിലുള്ള ലീഡിംഗ് ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 1 ആയിരിക്കുകയും ബാക്കിയെല്ലാം 0 ആകുകയും ചെയ്യും. ഇവിടെ ഇതെല്ലാം 0 ആണ്, ഇത് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ ആ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയാം, ഐ എന്ന് പറയാം, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എ എന്ന മെട്രിക്സിനെ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇവിടെ എ എന്ന മെട്രിക്സ് ഓർത്തോഗണലാണ്, കാരണം എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.